നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അക്കൗണ്ടൻസി. അപ്പോൾ അക്കൗണ്ടൻസി എന്താണ് അക്കൗണ്ടിങ്? നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അക്കൗണ്ടിങ് വർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലും ചെറുതായിട്ടൊരു അക്കൗണ്ടിങ് നടക്കുന്നുണ്ട്. കാര്യം ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളും ഉള്ള ഒരു വീടാന്ന് വെച്ചോളൂ. അപ്പോൾ ആ വീട്ടിലെ വരുമാനം അനുസരിച്ച് ചിലവഴിക്കുന്നു. അപ്പോൾ എന്താണോ വരുമാനം അതിനനുസരിച്ച് ചിലവഴിക്കുന്നു. അതിൽ കൂടുതൽ നമ്മുടെ ചിലവ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? കടം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഒരു ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പല തരത്തിൽ അസറ്റ് ഉണ്ടാവും. നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊരു അസറ്റാണ്. നമുക്ക് നമ്മുടെ ഒരു ധനമല്ലേ, നമുക്കൊരു ആസ്തിയല്ലേ. നമുക്ക് അത് നിന്നുകൊണ്ടാണല്ലോ നമ്മൾ പണിയെടുക്കുന്നത്. നമ്മൾ പുറത്ത് പോയി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് അങ്ങോട്ടേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അസറ്റാണ്. അതേപോലെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഒരു അസറ്റാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നാച്ചുറലി നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം, എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിക്കുകയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഈ അസറ്റ്, ആസ്തി എല്ലാം നഷ്ടപ്പെടുന്നു. നമ്മൾ ഒരു വെച്ചാൽ നമുക്കൊന്നും അസറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ലാബിലിറ്റി, കടത്തിലേക്ക് പോവുകയാണ്, അല്ലേ? ഇത് തന്നെ നമ്മളൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്കും പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ നമ്മുടെ ലൈഫ് എങ്ങനെയാണോ ഒരു ഗോയിങ് കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ ലൈഫ് എന്നാണ് നമ്മൾക്ക് തീരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതേപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 2 വർഷം അങ്ങനെയൊന്നുമല്ല. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗോയിങ് കൺസേൺ. അത് ഒരു ഇന്ന സമയം വരെ എന്ന് നിജപ്പെടുത്താൻ പറ്റാത്ത ഒരു നമ്മുടെ ലൈഫ് പോലെ തന്നെയാണ് ഒരു ബിസിനസ് ലൈഫ് എന്ന് പറയുന്നതും. അതേപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിലിപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആ വീട്, ആ കുടുംബം നിലനിന്ന് പോകും. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിൽ കുറേ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞോളൂ. എന്നാലും ആ ഒരു ബിസിനസ്സിലെ ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അത് ആ ബിസിനസ്സിനെ ബാധിക്കില്ല. ഒരു ഗോയിങ് കൺസേൺ ആണ്. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പ് ആ ഒരാൾ മാത്രമല്ല, അതിൽ മറ്റ് പാർട്ട്നേഴ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരാളുടെ വിയോഗം അല്ലെങ്കിൽ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന അതൊന്നും ബിസിനസ്സിനെ ബാധിക്കില്ല. ഇത് തന്നെയാണ് ബിസിനസ്സും നമ്മുടെ ലൈഫും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ വീട്ടിൽ വരവിനനുസരിച്ച് എങ്ങനെ ചിലവ് നടത്തുന്നു, അഥവാ നമ്മൾ ചിലവ് എങ്ങനെ ഒരു വീട്ടിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കേസിലും വരുമാനം അനുസരിച്ച് ചിലവ് ചെയ്യുന്നു. അതിൽ കൂടുതൽ ചിലവ് ചെയ്യുന്ന സമയത്ത് നഷ്ടം അല്ലെങ്കിൽ കടം വരുന്നു. അല്ല, വരുമാനത്തിൻ്റെ അത്ര തന്നെ നമുക്ക് ചിലവ് വരുന്നില്ല എങ്കിൽ നമുക്ക് ലാഭമാവുന്നു. അത് നമുക്കൊരു അസറ്റാവുന്നു. ഇത് തന്നെയാണ് ബിസിനസ്സും ലൈഫും തമ്മിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ വീട്ടിലെ ഈ ചിലവുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതേപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കാര്യത്തിലും ഇതെല്ലാം ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഒരു അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ് ആയി വരുന്നു. വീട്ടിലെ കാര്യം അങ്ങനെ തന്നെ. വീട്ടിലെ കണക്കൊക്കെ നമ്മൾ അതാത് സമയത്ത് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ നമുക്ക് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം. നമുക്കത് പിന്നീടേക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ലാഭമാണോ നഷ്ടമാണോ, ചിലവ് എങ്ങനെ വരുന്നുണ്ട്, എന്ത് ചിലവിലെല്ലാം നമുക്ക് ചുരുക്കാൻ പറ്റും, എന്തെല്ലാം നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, നഷ്ടം വരാതെ ചെയ്യണമെങ്കിൽ, വർക്ക് ചെയ്യണമെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട